ഹായ്, ഇത് റോൺ സർ. ഇവിടെ ടെക്നോളജി വിശ്വസിക്കുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യപ്പെടും. ഫെബ്രുവരി 4, 2026 ഇത് IT സെക്ടറുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു ദിവസമാണ്. ഏതാണ്ട് 2 ലക്ഷം കോടിയോളം നഷ്ടം രേഖപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ്. TCS 8% ലോസ് രേഖപ്പെടുത്തി. അതുകൂടാതെ ബാക്കിയുള്ള കുറേ IT കമ്പനീസ് നല്ല നഷ്ടം നേരിട്ട ഒരു ദിവസം കൂടിയാണ് ഫെബ്രുവരി 4. ആദ്യം US അത് റിഫ്ലക്റ്റ് ചെയ്തു. ഫെബ്രുവരി 3 അത് രാവിലെ ആയപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു ഫെബ്രുവരി 4. ഇത് എന്താണെന്നറിയോ ഇതിൻ്റെ റീസൺ? ആന്ത്രോപിക് അവരുടെ 11 ന്യൂ പ്ലഗിൻസ് ലോഞ്ച് ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ലോസ് ഉണ്ടായത്. അപ്പം ആന്ത്രോപിക് നമ്മൾക്കറിയാം, പിന്നെ ഡാരിയ അമോദയ എന്ന് പറയുന്ന ഒരു ചീഫ് റിസർച്ച് ഓഫീസർ, പുള്ളിക്കാരൻ ആദ്യം ChatGPTയിലെ ഇതിലെ സേഫ്റ്റി റിസർച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് ChatGPTയുമായിട്ട് ഒരു അവർ തമ്മിലൊരു വാഗ്വാദം ഉണ്ടായി. അതായത് ChatGPTക്ക് ഏറ്റവും വേഗതയിൽ പിന്നെ AI ഡെവലപ്പ് ചെയ്യണം. പക്ഷേ പുള്ളിക്കാരൻ ഈ ഡാരിയ അമോദയ വാദിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഈ സംഭവം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇവരുടെ വാഗ്വാദത്തിനെ തുടർന്ന് പുള്ളിക്കാരൻ അതിൽ നിന്ന് റിസൈൻ ചെയ്യും. അതുകൂടാതെ പുള്ളിക്കാരൻ്റെ ഒരു ടീമിനെ കൂടി ഈ OpenAIന്ന് കൊണ്ടുപോയി ആന്ത്രോപിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആന്ത്രോപിക് പോലെയുള്ള ഒരു കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്തേക്കുന്നത് സേഫ്റ്റിയും കൂടിയാണ്. ബാക്കിയുള്ള കമ്പനീസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന AI ഏറ്റവും വേഗതയിൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുമ്പം ആന്ത്രോപിക് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തത് അവരുടെ സേഫ്റ്റി കൂടി നല്ലൊരു AI കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇത് അവരുടെ 11 ന്യൂ പ്ലഗിൻസ് അവർ കൊണ്ടുവന്നു. അത് ആന്ത്രോപ്പിൻ്റെ കോവർക്കിംഗ് എന്ന് പറയുന്ന ഒരു ടൂളിലാണ് ഈ 11 പ്ലഗിൻസ് കൊണ്ടുവന്നത്. കോവർക്കിംഗ് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ആദ്യം മാക് വെർഷനിലാണ് അവർ കൊണ്ടുവന്നത്. പിന്നീട് അത് ഈ ഫെബ്രുവരി 10 വിൻഡോസിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമേറ്റഡായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ് പ്ലഗിൻസ് കൂടി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇത് എല്ലാ മേഖലയിലും AI കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്, CRM, ഫിനാൻസ് എല്ലാം പിന്നെ AI അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലകളിലൊക്കെ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മാർക്കറ്റിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ലീഗൽ പ്ലഗിൻ എന്ന് പറഞ്ഞ ടൂളല്ല, ലീഗൽ എന്ന് പറഞ്ഞ ഒരു പ്ലഗിനാണ് ഭയങ്കരമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും ലോസ് വരാൻ കാരണം. ഇതൊരു പാനിക് സ്റ്റേജാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു മണിക്കൂറിന് ഏതാണ്ട് $600 അല്ലെങ്കിൽ $100 $100 to $600 മേലെ വില ഒരു ഹവറിൽ ചാർജ് ചെയ്യുന്ന ഒരു സെക്ടറിനെയാണ് ആന്ത്രോപിക് അവരുടെ ന്യൂ പ്ലഗിൻ പ്രകാരം സോൾവ് ചെയ്തേക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ആന്ത്രോപിക്കിൻ്റെ കോവർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആന്ത്രോപിക്കിൻ്റെ ഒരു പ്രീമിയം വെർഷനാണ്. അത് ഏതാണ്ട് ഇന്ത്യൻ റുപ്പീസ് 1800 വരുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഇതിനെ അവർ സോൾവ് ചെയ്തേക്കുന്നത്. കാരണം ഇത് മാർക്കറ്റിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം AI എല്ലാ മേഖലയിലും ഫാസ്റ്റായിട്ട് കടന്നു വരിക എന്നുള്ള ഒരു എല്ലാവരിലേക്കും ഒരു പാനിക് സ്റ്റേജും കൂടിയാണ് ഈ ലീഗൽ ടൂൾ ഉണ്ടാക്കി. ഇനിയിപ്പം നമുക്കൊരു ലീഗൽ അഡ്വൈസ്, കോൺട്രാക്ട് റിന്യൂവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പ്ലഗിൻ ഉപയോഗിച്ച് പെട്ടെന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഒരു ലീഗൽ അഡ്വക്കേറ്റിൻ്റെ ജൂനിയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും ആന്ത്രോപിക് ലീഗൽ പ്ലഗിൻ സോൾവ് ചെയ്യാം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര രീതിയിലുണ്ടാക്കി. അപ്പോൾ AI വരും ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ChatGPT അവരുടെ കോഡിങ്ങിൻ്റെ പുതിയ വേർഷൻ 4.3 ലോഞ്ച് ചെയ്തു. ആന്ത്രോപിക്
4.3 അവരുടെ ന്യൂ വേർഷൻ റിലീസ് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എയുടെ ഒരു ഇതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 50% ജോബ്സ് വൈപ്പ് ഔട്ട് ആവുമെന്നാണ് പറയുന്നത് ഇനി കമ്മിങ് ഇയേഴ്സിൽ. കാരണം നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും കൂടുതൽ ഫോക്കസ്ഡ് ചെയ്തേക്കുന്നത് TCSും ഒക്കെ എല്ലാം IT കമ്പനീസ് ഫോക്കസ് ചെയ്തേക്കുന്നത് മിക്കവാറും ഔട്ട്സോഴ്സിങ് വർക്ക്, ബാക്ക് എൻഡ് വർക്കാണ് ഇന്ത്യ ഫോക്കസ് ചെയ്തേക്കുന്ന. അമേരിക്കയുടെ അല്ലെങ്കിൽ വേറൊരു കൺട്രിയുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആണ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ അല്ലാതെ പുതിയതായിട്ട് വേറൊരു നേട്ടങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്ലോയാണ്. GDPയുടെ ഇതിൽ ഇപ്പോഴാണ് നമ്മൾ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. പക്ഷെ നമുക്ക് ChatGPT പോലുള്ള ടൂളൊന്നും ഇല്ലെങ്കിൽ പോലും AI ഒറ്റുനോക്കുന്ന ഒരു ചൈനയും അമേരിക്കയും കഴിഞ്ഞ ഒരു വലിയ കൺട്രി തന്നെയാണ് ഇന്ത്യ. അതിലൊരു സംശയവും നമുക്കില്ല. അപ്പം പിന്നെ എയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. AI ഏജൻറ്റ് വന്നു, ഓപ്പൺ ഫ്ലോ അവരുടെ AI ഏജൻറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ടാസ്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ കൂടുതൽ AI വാർത്തകൾക്ക് നിങ്ങളെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കൂടുതൽ നല്ല വീഡിയോസ് ഇതുമായിട്ട് ചുറ്റിപ്പറ്റി ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു മോട്ടിവേഷൻ തന്നെയാണ് ഈ ചാനലിന് വേണ്ടിയിട്ട്.